കോഴിക്കോട് പതങ്കയം വെള്ളച്ചാട്ടത്തിൽ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. കൊളത്തറ സ്വദേശി ഷബീലാണ് മരിച്ചത്. കൂട്ടുകാർക്കൊപ്പം കുളിക്കുന്നതിനിടെയാണ് അപകടം. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, വീണ്ടും മരണക്കയമാകുകയാണോ പതങ്കയം? വിനീഷ, പലതവണ അപകടങ്ങൾ ഉണ്ടാവുകയും മരണം സംഭവിക്കുകയും ചെയ്ത സ്ഥലമാണ് പതങ്കയം. പലപ്പോഴും അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ വാർത്തകളൊക്കെ വന്നതാണ്. പക്ഷേ അത് ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോട് കൂടിയാണ് 3-അംഗ സംഘം കൊളത്തറ സ്വദേശികളായിട്ടുള്ള വിദ്യാർത്ഥികൾ അവിടെ എത്തിക്കൊണ്ട് കുളിക്കാൻ ആരംഭിച്ചത്. അതിൽ ആദ്യം 2 പേർ ഇറങ്ങിയിരുന്നു. പക്ഷേ അവർക്ക് നീന്താൻ അറിയും. എന്നാൽ മറ്റൊരാളായിരുന്നത് 17-കാരനായിട്ടുള്ള +2 വിദ്യാർത്ഥി ഷബീലാണ്. ഷബീലിന് പക്ഷേ നീന്താൻ അറിയില്ല. ഷബീൽ ഇറങ്ങുകയും പിന്നീട് വെള്ളത്തിൽ മുങ്ങിപ്പോവുകയും ചെയ്തു. കൂടെ ഉണ്ടായിരുന്നവരാണ് അത് വിവരം അറിയിച്ചത്. പോലീസിലും ഫയർഫോഴ്സിലും അവിടെ ഉണ്ടായിരുന്നെല്ലാം തന്നെ വിവരം അറിയിക്കുകയും ചെയ്തു. പിന്നീടാണ് അവിടെയുള്ള ഫയർഫോഴ്സിൻ്റെ പരിശീലനം ലഭിച്ചിട്ടുള്ള സെൽഫ് ഡിഫൻസിലെ വ്യക്തിയായിട്ടുള്ള റഫീഖ് അവിടെ എത്തുകയും പിന്നീട് വെള്ളത്തിൽ മുങ്ങി അദ്ദേഹം പരിശോധന നടത്തുകയും ചെയ്തു. അങ്ങനെ റഫീഖാണ് പിന്നീട് ഈ മൃതദേഹം അവിടെ നിന്ന് കരക്കെത്തിച്ചത്. അപ്പോഴേക്കും പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല, മരണം സംഭവിച്ചു. ഇപ്പോൾ പതങ്കയത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഷബീലിൻ്റെ മൃതദേഹം മാറ്റിയിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വൈകാതെ തന്നെ മൃതദേഹം മാറ്റും. അവിടെ വെച്ചുകൊണ്ടായിരിക്കും പോസ്റ്റ്മോർട്ടം നടത്തുക. കൊളത്തറ സ്വദേശിയായിട്ടുള്ള നാസറിൻ്റെ മകനാണ്. ഫറൂഖിലെ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി കൂടിയാണ് ഷബീൽ. എന്തായാലും അതിദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. നല്ല ചൂടാണ്, അതോടൊപ്പം തന്നെ അവധിക്കാലവുമാണ്. വിദ്യാർത്ഥികൾ ഏറെ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശമാണ് മുന്നോട്ട് വെക്കാനുള്ളത്. വിനീഷ.